കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് കയറി വന്നൊരു കൊച്ചാണ്. കാരണം അവളെ അച്ഛൻ, അമ്മ, അവളെ ചേച്ചി, അവൾ ഭയങ്കര സത്യം. അവൾ പറഞ്ഞു ഇപ്പോഴും നമ്മൾ തോന്നിയിട്ടുണ്ട് അവൾ ഈ വർക്കിന് ഇറങ്ങിയാണ് ഇതേപോലെ. കാരണം ഞാനും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാനും അവളും മിക്കപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ വൈറ്റിലയിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിട്ടാണ് പോകുന്നത്. ഏത് ബസ്? നമ്മുടെ ഈ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സുകളിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അതിലാണ് കയറി പോകുന്നത്. ഇവിടെ അവിടുത്തെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നിന്ന് ഒരു പർദ്ദയിട്ടാണ് വന്നത്. കാരണം ഇവർക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 7-8 മണിയാവും. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷൂട്ടിന് പോകണം, അടുത്ത ലൊക്കേഷനിൽ പോകണം. സ്റ്റാർ മാജിക് കഴിഞ്ഞ് അവിടെ ട്രിവാൻഡ്രത്താണ് അവിടെ സീരിയലിൻ്റെ ഷൂട്ട് കിടക്കണം. അവിടെ അതുപോലെ കഷ്ടപ്പെട്ട് ഉറക്കത്ത് വണ്ടിയിരുന്ന് ഒരു പർദ്ദയിട്ടാണ് കിടക്കുന്നത് ആളറിയാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പോകും. കാരണം അത് അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു കൊച്ചാണ്. നോബി ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോൾ 100 ദിവസം നിന്നാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ 10 മിനിറ്റ് ഷൂട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് അവന്റെ വിചാരം അപ്പോഴും മൈക്ക് കിടക്കണമെന്നാണ്. കാരണം ഇത്രയും ദിവസം നിന്നതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ. മിണ്ടായിരുന്ന വാഴയാവും, സംസാരിച്ച മറ്റേ അലമ്പരാവും, അതൊക്കെ പ്രശ്നമാവും. അല്ലാതെ ഇങ്ങനെ പോവാനൊരു അവസരം കിട്ടിയാല് പോവോ? എങ്ങനെയാ? സമയവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുഡും കുറവ്, ഭക്ഷണം കുറവാണോ? ഫുഡൊക്കെ റേഷനാണ്. ഗെയിമൊക്കെ ജയിച്ചാലേ ഫുഡ് കിട്ടൂ. പിന്നെ ഇത് പഞ്ചസാര, ഉപ്പ്, അങ്ങനെ എല്ലാം നോക്കിയൊക്കെ കൊടുക്കുള്ളൂ. പിന്നെ നീ വെച്ച് ബൊഫേന്ന് പറഞ്ഞിരിക്കണം അവിടെ. ബിഗ് ബോസിന്റെ ഫ്ലോറിന്റെ തൊട്ടിപ്പുറത്താണ് സരിഗമയുടെ ഫ്ലോർ. അപ്പം അവിടെ ഫുഡ് വരും. അവിടെ നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പൊ ഞാനിന്ന് ആലോചിക്കും, അതിനകത്ത് ഫുഡില്ല, തൊട്ടിപ്പുറത്തെ ഫ്ലോറിൽ ആവശ്യം പോലെ ഫുഡും തൊട്ടപ്പുറത്താണ് കിടക്കണം ബിഗ് ബോസ്. ഫസ്റ്റ് കോമഡി സ്റ്റാറിന്റെ ഫസ്റ്റ് സ്കിറ്റ് കളിക്കുന്നത് ഞങ്ങളാണ്. നോബിയെ കൊണ്ടുവരുന്ന ആ സീസണിൽ രണ്ടാമത്തെ സ്കിറ്റ് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ ആയപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിസ വന്നു. പോയിട്ട് അവിടെ നിൽക്കും. പിന്നെയാണ് ഈ സാധനം ഹിറ്റ് ആവണം. അന്ന് കോമഡി സ്റ്റാർ ഹിറ്റ് ആവുമെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ പോയി 3 കൊല്ലം ഗൾഫിൽ നിന്നു. 3 കൊല്ലം ഗൾഫിൽ നിന്ന് ആട് ജീവിതത്തിന്റെ വേറെ ടൈപ്പ്. കോമഡി സ്റ്റാർ TV കാണുമ്പോൾ സങ്കടം വരും. ഇടയ്ക്കൊരു മീം കണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും നല്ല മെമ്മറീസ് തരുന്നത് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില മുറിവുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഒരു നല്ല സൗഹൃദം കളയാൻ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ആർക്കെങ്കിലും പൈസ കണക്ക് കൊടുക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യമെങ്കിലും നമ്മളിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദം അവിടെ പോകുന്നുള്ള ഒരു ഉറപ്പാണ്. ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇത് ചോദിക്കേണ്ടി വരും. നല്ലൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ചോദിക്കേണ്ടി വരുമ്പോൾ കേട്ടിട്ടുണ്ട് ഞാൻ, നിനക്ക് ഇത് കിട്ടിയിട്ട് വേണോ അങ്ങനത്തെ ലൈനാവുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വത്സല ക്ലബ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കാർത്തിക് ആൻഡ് അഖിൽ. വെൽക്കം. താങ്ക് യു. നമസ്കാരം. അഖിലേട്ടാ, ഇപ്പം നിങ്ങൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഇത്ര ഇയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ അനുമോള് ഇപ്പം ബിഗ് ബോസിലുണ്ടല്ലോ. അപ്പൊ എല്ലാവരും പറഞ്ഞ അനുമോള് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ആളാണെന്നാ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എങ്ങനെയാ അനുമോള് റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരാൾ തന്നെയാണോ? റിയൽ ലൈഫ് ചൈൽഡിഷ് ആണെന്ന് ചോദിച്ചാൽ ഒരു ഏകദേശം ഒരു ചൈൽഡിഷ് പരിപാടി തന്നെയാണ് അവള്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ കാണാറില്ല, ഇടയ്ക്കിടയ്ക്ക് റീലൊക്കെ വരുമ്പോഴത്തേക്ക് വന്നിട്ട് പാവക്കുട്ടിയെ പ്ലാച്ചീനൊക്കെ എടുത്ത് എറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആരോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവനോട് ഉടക്കായില്ലേ? ഇല്ല. അത് അവള് ഷിയാസും അനുമോളും നല്ല ഇതാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അവൻ്റെ ഉമ്മയും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നല്ല ഫാമിലിയാണ്. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ അവിടെ ചെന്ന് ചാടുമ്പോഴേ ഈ പറഞ്ഞ ചൈൽഡിഷ് എല്ലാം പോകും. കാരണം ഭ്രാന്തടിപ്പിക്കാൻ രണ്ടുപേരും ഒന്ന് ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് കൈവിട്ടു പോണ പരിപാടികളായിരിക്കും. അല്ല നമുക്കിപ്പം അവള് റിയൽ ലൈഫ്, കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് കയറി വന്നൊരു കൊച്ചാണ്. കാരണം അവളെ അച്ഛൻ, അമ്മ, അവളെ ചേച്ചി, അവൾ ഭയങ്കര സത്യം. അവൾ പറഞ്ഞു ഇപ്പോഴും നമ്മൾ തോന്നിയിട്ടുണ്ട് അവൾ ഈ വർക്കിന് ഇറങ്ങിയാണ് ഇതേപോലെ. കാരണം ഞാനും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാനും അവളും മിക്കപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ വൈറ്റിലയിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിട്ടാണ് പോകുന്നത്. ഏത് ബസ്? നമ്മുടെ ഈ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സുകളിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അതിലാണ് കയറി പോകുന്നത്. ഇവിടെ അവിടുത്തെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നിന്ന് ഒരു പർദ്ദയിട്ടാണ് വന്നത്. കാരണം ഇവർക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 7-8 മണിയാവും. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷൂട്ടിന് പോകണം, അടുത്ത ലൊക്കേഷനിൽ പോകണം. സ്റ്റാർ മാജിക് കഴിഞ്ഞ് അവിടെ ട്രിവാൻഡ്രത്താണ് അവിടെ സീരിയലിൻ്റെ ഷൂട്ട് കിടക്കണം. അവിടെ അതുപോലെ കഷ്ടപ്പെട്ട് ഉറക്കത്ത് വണ്ടിയിരുന്ന് ഒരു പർദ്ദയിട്ടാണ് കിടക്കുന്നത് ആളറിയാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പോകും. കാരണം അത് അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു കൊച്ചാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നല്ല, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഏതൊരു രണ്ടുപേര് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്യാമറ വെച്ചാലും അത് മൂന്നാമതൊരാൾക്ക് ചിലപ്പോൾ വീടായിട്ട് ചില കാര്യങ്ങൾ വരാം. അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ക്യാമറ ഉള്ളത് പോലും മറന്നു പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോൾ 100 ദിവസം നിന്നാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ 10 മിനിറ്റ് ഷൂട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് അവന്റെ വിചാരം അപ്പോഴും മൈക്ക് കിടക്കണമെന്നാണ്. കാരണം ഇത്രയും ദിവസം നിന്നതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ. ഇതിന്റെ അടുത്ത് ശ്വേതാ മേനോൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പും, 100 ദിവസം ഈ സാധനം കിടന്നില്ലേ. പിന്നെ ക്യാമറ നോക്കുന്നത് അതവനുണ്ടായിരുന്നു. ഈ മൈക്ക് കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കാരണം ഇത് വേറെ
നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് എക്സ്പീരിയൻസ് ചെയ്തു, സീരിയലിൽ അഭിനയിച്ചു, ടെലിവിഷൻ ചെയ്തു, നാടകം ചെയ്തു, എല്ലാം മിമിക്രി ചെയ്തു. ഈ സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്. നമ്മൾ ആരും പോകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും പോയിട്ടേ നമുക്ക് ഓപ്പോസിറ്റ് ടാസ്ക് ആയിക്കൂടാ, അങ്ങനെ ഇരിക്കും. കാരണം അവർക്ക് കണ്ടന്റ് അല്ലേ വേണ്ടത്. കണ്ടന്റ് എവിടെ ജനറേറ്റ് ചെയ്യുന്നു അവിടെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. വാഴയാവും. അതെ, മിണ്ടായിരുന്ന വാഴയാവും, സംസാരിച്ച മറ്റേ അലമ്പലാവും, അതൊക്കെ പ്രശ്നമാവും. എന്ത് ചെയ്താലും കരയെ കൂടെയും പറ്റത്തില്ല, വെള്ളത്തിൽ കൂടെ പറ്റത്തില്ല. അതാണ് പരിപാടി. ഞാൻ ഇടയ്ക്കൊരു മീം കണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും നല്ല മെമ്മറീസ് തരുന്നത് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. മീൻസ് നമ്മളോട് അത്രയും നല്ല മെമ്മറീസും എല്ലാം ആയിട്ടായിരിക്കും. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് അതൊരിക്കലും ഇപ്പം നല്ല മെമ്മറീസ് എന്നല്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില മുറിവുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അഖിലണ്ണനുമായിട്ടുള്ള ഇപ്പോൾ വത്സല ക്ലബ്ബിലെ ഒരു 10 നല്ല മുഹൂർത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എനിക്കൊരു ഓർമ്മയുള്ളത് 5-6 ഒക്കെ കാണത്തുള്ളൂ. അത്രയും നല്ല സൗഹൃദത്തിൽ നല്ല ഇതിൽ പോകുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം എന്നെ ഹേർട്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് 10-10 തന്നെ നമ്മൾ ഓർത്തിരിക്കും. അത് ആരോടായാലും അത് ഓർത്തിരിക്കും. അത് അത്രയും നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കുത്തുന്നുണ്ട്. അപ്പൊ അതവിടെ തന്നെ കിടക്കുന്നു. ഈ ഫ്രണ്ട്ഷിപ്പിൽ ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എന്താ അറിയോ, നമ്മള് ഇപ്പൊ എന്റെ ലൈഫിലേക്ക് കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുള്ളത് ഇതുപോലെ പ്രൊഫഷൻ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മളിലേക്ക് ആരൊക്കെ വന്നാലും അതിന്റെ എന്തെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ്, എന്തെങ്കിലും മോണിറ്ററി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പം അഖിലണ്ണനോട് തന്നെ ഞങ്ങൾ സംസാരിക്കുന്ന അഖിലണ്ണനെയൊക്കെ ചുമ്മാ ആൾക്കാരൊക്കെ വിളിച്ച് ചിലപ്പോൾ ചിലർ കോൾ ചെയ്തിട്ടൊക്കെ ഞാൻ ഒരാളെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ബെനിഫിറ്റ് നമ്മളിൽ നിന്ന് കണ്ടിട്ടായിരിക്കാം അങ്ങനെയുള്ള പോയിന്റിൽ ആളുകൾ വരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കാം അവർക്ക് നമ്മൾ ഡീപ്പായിട്ട് സ്നേഹമാണ്, നമ്മൾക്ക് ജീവൻ കൊടുത്ത് നമ്മൾ സ്നേഹിക്കാന്നൊക്കെ. പക്ഷേ അതില്ലാന്ന് ഒന്നിൽ പറയാൻ ഒന്നായിട്ട് തിരിച്ചറിവുകൾ വരുമ്പോൾ നമുക്ക് പിന്നെ പേടിയാവും. നല്ല സുഹൃത്തുക്കളെ വെക്കാൻ പേടിയാവും. നമ്മളിങ്ങനെ ഇപ്പോൾ അഖിലണ്ണനോട് ചോദിച്ചാലും ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ഞാൻ അധികം ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വന്ന് ഇൻക്ലൂഡ് ചെയ്യാറോ അല്ലെങ്കിൽ അങ്ങനെ ആളല്ല. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം ഒന്നും നോക്കില്ല, എൻ്റെ കയ്യിലെ ഒരു ഇപ്പം ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും അവിടെ ഞാൻ നോക്കത്തേ ഇല്ല. ഞാൻ അത്രയ്ക്ക് ഇറങ്ങി ഒരു സൗഹൃദത്തിന് വേണ്ടി നിൽക്കും. പക്ഷെ അത് പലപ്പോഴും ഇങ്ങനെ നെഗായിട്ടൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് ഒതുങ്ങി. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഒതുങ്ങി തന്നെയാണ് ഇരിക്കുക. ഞാനിപ്പോഴും അങ്ങനെ മതി, നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ കരിയർ ബേസിൽ ഇതേപോലെ ഒന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് അങ്ങനത്തെ ആളുകളും ഉണ്ടാവുമല്ലോ. ഇതുകൊണ്ടൊക്കെയാ. കാരണം ഇപ്പം ചുറ്റുമുള്ളവരെല്ലാം ഇപ്പം നമ്മൾ നല്ല സൗഹൃദങ്ങൾ നമ്മളിലേക്ക് തരാനാണെങ്കിൽ നമുക്ക് വലിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും. പക്ഷേ നമ്മളിലേക്ക് ആര് ചിരിച്ചു കാണിക്കുമ്പോൾ പോലും നമുക്ക് പേടിയായിരിക്കും, ഇതിന്റെ പിന്നിലെന്താണ്. അങ്ങനെ ഒരു കുറെ ഇൻസിഡന്റുകൾ വന്നു കഴിയുമ്പോഴേ നമുക്ക് ആളുകളോട് നമുക്ക് സ്നേഹിക്കാൻ അതുകൊണ്ടാണ് ഈ ഉൾവലിയുന്നത്. അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ജാടായിട്ടോ അതൊന്നും അല്ല. പേടിയുണ്ടാ നമുക്ക് നമ്മൾ കരയുമെന്നുള്ള പേടി ഫ്യൂച്ചറിൽ. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായുണ്ട്. അത് തന്നെ. ഈ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഒരിക്കലും പൈസ കടം കൊടുക്കാതിരിക്കാന്ന് ചിലർ പറയും. പിന്നെ ആ ബന്ധം പോയി. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ 1000-2000 ഇതൊക്കെ ആയിരിക്കും ചോദിക്കണം. അതൊന്നും നമുക്ക് അങ്ങനെ ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്, നമ്മളും മേടിച്ച് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അതിന് എനിക്ക് അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളാരും അങ്ങനെ എന്നെ പറ്റിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ യോജിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1000 ചോദിക്കുന്നവന് 2000 കൊടുത്ത് നമുക്ക് ശീലം. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ പൈസ ഒരു നല്ല സൗഹൃദം കളയാൻ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലരൊക്കെ അത് ഇങ്ങനെ. അതെ, കാരണം നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിപ്പോൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സോടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് നാളെ അയാളോട് ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഇല്ല എന്നും വിചാരിച്ചായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമ്മളോട് മേടിക്കുമ്പോഴുള്ള ഒരിതുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഇത്രാം തീയതി തരാം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം, പിന്നെ നമ്മൾ പൈസ അവിടെ കൊടുത്തോ അവിടെ തീർന്ന ആ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ പൈസ പിന്നെ ചിന്തിക്കുകയേ ചെയ്യരുത്. പിന്നെ ആ പൈസക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യമെങ്കിലും നമ്മളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദം അവിടെ പോകുന്നുള്ള ഒരു ഉറപ്പാണ്. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് തരാൻ പറയണം, അങ്ങനെ അല്ല അതേ പറഞ്ഞേ എന്തിന്റെ ബേസിലായാലും നമ്മൾ പിന്നെ ആ പൈസ ചോദിച്ചിട്ടുണ്ടോ അതവിടെ തീർന്നു. കാരണം ഒന്നുകിൽ എന്താ പറയുന്നത്, അയാൾക്ക് തിരിച്ചു തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, എല്ലാം ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ
ഇപ്പോൾ നമ്മളോട് അത് പറഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ ഇത്രാം തീയതി തരാമെന്ന് പറയും, എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഡേറ്റിന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്കും അറിയാം അവനില്ലാത്തതുകൊണ്ടല്ലേ ചോദിച്ചേ. ഇത് പിന്നെ അവർ ചിലരുണ്ട് പൈസ മേടിച്ചിട്ട് പിന്നെ അവരത് അതിനെപ്പറ്റി മിണ്ടേയില്ല. പക്ഷെ നമ്മളിപ്പം ചോദിക്കാൻ പോകാറില്ല. പക്ഷേ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇത് ചോദിക്കേണ്ട നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കേണ്ടി വരുമ്പോൾ കേട്ടിട്ടുണ്ട് ഞാൻ, നിനക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് വേണോ അങ്ങനത്തെ ലൈനാവും നിനക്ക്. അത് എന്തുകൊണ്ടാണെന്നറിയോ അണ്ണാ, ഒരു നമുക്ക് ഇപ്പോൾ അണ്ണന് കുറച്ചൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അണ്ണന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണ്. ഈ ചോദിക്കുന്ന സമയത്ത് അണ്ണൻ്റെ ഉൾമനസ്സിലൊരു സംഭവം ഉണ്ട്, എന്താ പറയുക, ഈ 10,000 ഒന്നും അവൻ വിചാരിച്ചാൽ നടക്കും, അവന് പെട്ടെന്ന് അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സാധനം കുറേ കഴിയുമ്പോൾ പൊങ്ങി വരും. അണ്ണൻ ഇത് മേടിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 2 തവണ ചോദിക്കുമ്പം നിനക്കിപ്പോൾ ഒരു 10,000 രൂപ കിട്ടിയിട്ട് വേണോ എന്നുള്ള സാധനം പൊന്തി വരും. അപ്പോൾ അത് കേൾക്കേണ്ടി വരുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിൽ ആകെ 1-2 പേരെ എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളൂ. 1-2 പേരെ എനിക്ക് തിരിച്ചു തന്നു. അതാണ് നിനക്ക് കൂട്ടുകാരെ പേടിയല്ല. പിന്നെ അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം അവൻ ചിലപ്പോൾ കണ്ണടച്ച് അങ്ങനത്തെ നിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഈ സാധനം അതേപോലെ പറഞ്ഞൊരു സാധനം ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നു. ഈ ഞാൻ പറ്റി 1-2 പേരെ തരാതെ ഉള്ളത് പറയായിരിക്കുന്നു. 2 പേരെ തന്നിട്ടുള്ളൂ. 2 പേരെ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് ആരും ഇപ്പൊ അതൊക്കെ ഞാൻ മനസ്സോടെ കൊടുത്തതായതുകൊണ്ട് കുഴപ്പമില്ല, അതിന് പോട്ടേന്ന് ഞാൻ വെക്കും. പക്ഷെ ഞാൻ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് അന്നേരം ആലോചിക്കുന്നത്. എന്നിട്ടും തന്നില്ലല്ലോ. അതെ അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിലരോടൊക്കെ, ഞാൻ ചോദിച്ചു മറ്റേതൊന്ന് കിട്ടും. പിന്നെ നമുക്ക് പേടി അവരോട് ചോദിക്കാൻ, നമ്മളെ ഒരു ബാഡ് മാൻ ആയിട്ട് കാണുമോ. അതായത് കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന വണ്ടി അഖിൽ ചേട്ടനെ കുറിച്ച് ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം? എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ വീടും എൻ്റെ വൈഫിൻ്റെ വീടും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് തിരക്കേണ്ട കാര്യമില്ല, അറിയാമല്ലോ. അല്ലാണ്ട് ഒരു പൊതുവേ ഒരു കല്യാണ പാർട്ടി വന്ന് തിരക്കി കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരിക്കും? ഇപ്പോഴും സിംഗിൾ ആയിരുന്നു. അല്ല, ഇപ്പോഴും സിംഗിളായിരുന്നു. അല്ല, തിരക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പോൾ നമ്മളെ പറ്റി അറിഞ്ഞാത്തൊരൊന്നും തിരക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കള്ളം മാത്രമേ പറയാവുള്ളൂ. ഇപ്പോൾ കള്ളോ? ഞാനാ നാട്ടുകാർ പറയുന്ന അഖിൽ ചേട്ടനെ കുറിച്ചുള്ള കള്ളങ്ങൾ എന്ത് പറയും? അങ്ങനെ കള്ളം പറയൂല അവര്. കാരണം പെണ്ണ് കിട്ടി ഞാൻ നശിച്ചോട്ടെന്ന് വിചാരിച്ചു. അവ ഒറ്റയ്ക്ക് അങ്ങനെ ഇപ്പൊ നടന്ന് സൂചിക്കണ്ടെന്ന് വിചാരിച്ചു. എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് പണി കൊടുക്കാനേ നോക്കും. എന്റെ റിയൽ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ, അടുത്തായോണ്ട് പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ തിരക്കാനൊന്നും. ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ്. കല്യാണം എത്ര വർഷമായി? 10 വർഷം. ഇനി സത്യം നമുക്ക് പറയാം, ഈ ഒരു വേദിയാ സത്യം തുറന്നു പറയുന്ന ഒരു വേദിയാക്കാം. 10 വർഷമായി. അതാ. അപ്പം അത് എനിക്ക് അറിയായിരുന്നു, എന്നെ അറിയായിരുന്നു. ഞാൻ പോയി ചോദിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു പ്രേമം അല്ലെങ്കിൽ സ്പാർക്ക് അങ്ങനെ ചെറിയൊരു പരിപാടി, ഒരു ക്രഷ് പോലും എൻ്റെ ഇങ്ങോട്ടുണ്ടായിരുന്നു. അങ്ങോട്ടില്ല. മറ്റേ കലാപരമായിട്ടുള്ള പരിപാടികൾ എല്ലാവർക്കും. അല്ല, നമ്മളെ നാട്ടില് ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. നാട്ടിലെ സെലിബ്രിറ്റി ആയിരുന്നു. അന്ന് ഏഷ്യാനെറ്റില് കോമഡി സ്റ്റാർ കിടക്കുന്ന സമയമാണ്. അപ്പൊ വേറെ ആർക്കെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നു നാട്ടിൽ? വേറെ എന്തോ എനിക്ക് അങ്ങനെ എന്തോ അങ്ങനെ വന്നപ്പോഴത്തേക്കിങ്ങനെ എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നമുക്കറിയായിരുന്നു അവളെ റിലേറ്റീവിനെയൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടു, അങ്ങനെ ചോദിച്ചു, ഓക്കെ എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. സിമ്പിൾ പരിപാടിയായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ ഇത് ഈ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പിന്നെ അല്ല, ഈ വീട്ടിലെ ആളുകളാകുമ്പോഴത്തേക്കേ നമ്മൾ വിചാരിക്കും ലവ് മാരേജ് ആയിരിക്കും. അടുത്തടുത്തായതുകൊണ്ട് ലവ് മാരേജ് അല്ല, ചെറിയ ഒരു അങ്ങനെ ഒന്നോ. ഈ കലാജീവിതത്തിന് മുമ്പ് അദ്ദേഹത്തിനൊരു എന്താ പറയുന്നേ, ഒരു പഴയ കാലം ഉണ്ടായിരുന്നു, പ്രവാസിയല്ലായിരുന്നു? ഞാൻ അതുണ്ടായിരുന്നു. ഞാൻ കോമഡി സ്റ്റാറിൽ ഫസ്റ്റ് കോമഡി സ്റ്റാറിന്റെ സ്കിറ്റ് ഞങ്ങളുടെ ടീമാണ്. കോമഡി സ്റ്റാറിൽ വെരി ഫസ്റ്റ് ആ സ്കിറ്റ് 2 സ്കിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോയി. ഫസ്റ്റ് സീസണിൽ വെരി ഫസ്റ്റ് വിളക്ക് കളിച്ചിട്ട് ഫസ്റ്റ് സ്കിറ്റ് കളിക്കുന്നത് നോബിയെ കൊണ്ടുവരുന്ന ആ സീസണിൽ ഫസ്റ്റ് സ്കിറ്റ് കളിക്കുന്നത് ഞങ്ങളാ. ഞാനും ശശാങ്കനും ഫസ്റ്റ് റൗണ്ടിൽ, ശശാങ്കന്റെ ടീമും ഞങ്ങളുടെ ടീമും. അതിൽ ഞങ്ങൾക്ക് ശശാങ്കനും ഇതിന് 99-100 മാർക്ക് കഴിഞ്ഞ്. അന്ന് സ്റ്റാൻഡ് മൈക്കാ, ലേപ്പലില്ല, മനസ്സിലായി. സ്റ്റാൻഡ് മൈക്ക് വെച്ചിട്ടൊരു സൂപ്പർമാൻ്റെ സ്കിറ്റായിരുന്നു. അന്ന് ആ 3G ഫോണൊക്കെ ഉള്ള സമയത്ത് ആ സ്കിറ്റ് ഭയങ്കര വൈറലായിരുന്നു. ഒരു സൂപ്പർമാൻ്റെ സ്കിറ്റ് അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്പൈഡർമാനൊക്കെ പതുക്കെ വരുന്നത്. എല്ലാം ഇവിടെ പോകുന്നു ഇങ്ങനത്തെ മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ടുള്ള സ്കിറ്റ്, അത് ഭയങ്കര വൈറലായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്കിറ്റ് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂളായപ്പം ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിസ വന്നു.
അപ്പോൾ പിന്നെ ഗൾഫിൽ പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കും ഒരു ആടുജീവിതമൊക്കെ ആയിരുന്നു. ആ, രണ്ടാമത്തെ സീസൺ അല്ല രണ്ടാമത്തെ ഷെഡ്യൂള് രണ്ടാമത് അപ്പോഴേ പോയി ഒറ്റ അപ്പോഴേ episode പോയി ചെയ്തിട്ട്. 2 ഷെഡ്യൂൾ ചെയ്ത് അപ്പോഴേ പോയി ആ പോയിട്ട് അവിടെ നിൽക്കും. പിന്നെയാണ് ഈ സാധനം ഹിറ്റാവണം. അന്ന് കോമഡി സ്റ്റാർ ഹിറ്റാവുമെന്ന് ആർക്കും അറിയില്ലല്ലോ. സത്യം പറഞ്ഞ അവരുടെയൊക്കെ ഒരു ലൈഫ് തന്നെ തിരിച്ചത് പിന്നെ അല്ലേ? എല്ലാവരും അത് നോബി കഴിഞ്ഞ് ചേട്ടൻ, നെൽസൺ ചേട്ടൻ, എല്ലാവരും എത്ര പേരല്ലേ? അങ്ങനെയല്ല നമ്മളവിടെ അത് പറഞ്ഞത്. അങ്ങനെ പോയി 3 കൊല്ലം ഗൾഫിൽ നിന്നു. ആ 3 കൊല്ലം ഗൾഫിൽ നിന്ന് ആട് ജീവിതത്തിന്റെ വേറെ ടൈപ്പ് അത് എന്താ പറ്റിയത്? ഒട്ടക ജീവിതം പോലത്തെ എന്തായിരുന്നു അവിടെ? ഞാൻ അവിടെ സ്റ്റോർ കീപ്പർ എന്നും പറഞ്ഞ് പോയത്. അതായത് ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഈ ടാലിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോർ കീപ്പറിൻ്റെ പണിയൊക്കെ ഉണ്ടെന്ന് ടാലിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്നപ്പം പണിയെ കുറവായിട്ട് നേരെ ഹെൽപ്പറായിട്ട് പറഞ്ഞു വിട്ട് സകല പണിയും ചെയ്ത് 3 കൊല്ലം. അപ്പോൾ അവിടെ 3 കൊല്ലം നിൽക്കണം. പിടിച്ച് കട്ടയടിച്ച് മീൻസ് ലേബർ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല. ആ പടം അറിയാവുന്ന മിമിക്രി പണിയാണ് അവിടെ. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ അവിടെ 3 കൊല്ലം നിന്ന് തിരിച്ചു വരുമ്പോഴാണ് കോമഡി എക്സ്പ്രസ് എന്ന പരിപാടി ഏഷ്യാനെറ്റിൽ തുടങ്ങണം. കാരണം നേരെ അവിടെ നിന്ന് തിരിഞ്ഞു വന്ന് കോമഡി എക്സ്പ്രസ് വന്നു. കോമഡി എക്സ്പ്രസ് ഞങ്ങളാണ് വിൻ ചെയ്യുന്നത്. കോമഡി എക്സ്പ്രസ് വിൻ ചെയ്ത് പിന്നെ അവിടെ നേരെ ട്രാക്ക് ഫ്ലവേഴ്സ് തുടങ്ങി. ഫ്ലവേഴ്സിലോട്ട് വന്നു. അവിടെ കോമഡി സൂപ്പർ നൈറ്റ് സുരാൻ്റെ പരിപാടിയിലെ സ്ക്രിപ്റ്റും അതിൻ്റെ ക്യാരക്ടർ എൻട്രി പരിപാടി. അവിടെ നിന്ന് നേരെ പിന്നെ സ്റ്റാർ മാജിക് തുടങ്ങി. 8 കൊല്ലം പിന്നെ സ്റ്റാർ മാജിക് ത്രൂ ഔട്ട് അങ്ങനെ അങ്ങ് പോയി. അതിൻ്റെ കണ്ടൻറ് ക്രിയേഷനും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലോട്ട് അങ്ങനെ അങ്ങ് പോയി. ആ സമയത്ത് കൊറോണ വന്നു. കൊറോണ സമയത്താണ് നമ്മൾ ഈ വെബ് സീരീസ് ഞാൻ, നോബി, അസീസ്, അനൂപ്, അഖിൽ നമ്മളെല്ലാം ഇവിടെ ആ ഒരു സംഭവം തുടങ്ങി. ആ സീരീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് പടത്തിൽ വിളിച്ച് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇപ്പം ചാനൽ പരിപാടിയും ബാക്ക് കണ്ടന്റ് പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പം സിനിമയും അത്യാവശ്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. ഈ 3 വർഷം അവിടെ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇനി തിരിച്ചു വീണ്ടും എനിക്ക് ഇത് വന്ന് എല്ലാം ഓക്കെ ആക്കാം? അയ്യോ 3 കൊല്ലം അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഈ കോമഡി സ്റ്റാർ TV കാണുമ്പോൾ സങ്കടം വരും. നമ്മളവിടെ ടി വിയിൽ ഈ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക്, കാരണം നമ്മളവിടെ നിന്നിരുന്നെങ്കിൽ ഞാനന്ന് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ പരിപാടി ഗൾഫിൽ പോകണമെങ്കിൽ പൊക്കോ. അന്ന് നമുക്ക് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നൊരു 6 മാസം കഴിയുമ്പോഴാണ് ഈ സാധനം ഫുള്ള് ടേക്ക് ഓഫായി കോമഡി സ്റ്റാർ എന്ന പരിപാടി ഹിറ്റാവണത്. ആ സമയത്ത് നമ്മളിവിടെ എന്താണ് നഖവും കടിച്ച് അവിടെ ഇരുന്നൊന്നും കണ്ടോണ്ട് തിരിയാൻ പറ്റും. അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ മണ്ടേ കയറി ആഡ് ചെയ്തു നെറുകെ കയറി. അങ്ങനെ ആ സമയത്ത് ഇവിടെ കോമഡി സ്റ്റാർസ് വൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 3 കൊല്ലം വിസ നിന്നേ പറ്റൂ, അല്ലെങ്കിൽ വിസ എടുത്ത നാളിന് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് കടിച്ച് പിടിച്ച് നിന്ന്. എല്ലാവരും പറയും പിടിച്ച് നിൽക്കാൻ. ഞാൻ ചോദിച്ചാൽ മരുഭൂമിയിൽ പന കൊണ്ട് കേട്ടോ പിടിച്ച് നിൽക്കുക, എവിടെ പിടിച്ച് നിൽക്കുക. അങ്ങനെ അവിടെ നിന്ന് കറങ്ങി പിന്നെ നേരെ 3 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങനെ പോയ വണ്ടി ഇങ്ങോട്ട് പോയിട്ട് വീണ്ടും റിവേഴ്സ് വീണ്ടും ഒന്നുകൂടെ പോയി. ഇങ്ങനെ വന്നത് തന്നെ വലിയ കാര്യം. ഇങ്ങനെ പോകണ്ടല്ലേ, ദൈവനിശ്ചയം എന്നല്ലേ പറയാൻ പറ്റും. എന്നാൽ ഞാൻ അവിടെ ലൈസൻസിന് കൊടുത്തതാ. ദുബായിലൊക്കെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി എനിക്ക് പേപ്പർ തന്നില്ല. ഒരു വിസ മേടിക്കണേ പേപ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. പക്ഷേ സത്യം പറഞ്ഞാൽ പേപ്പർ നിന്ന് ചിലപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് ലൈസൻസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെ രുചി വെച്ച് അവിടെ നിന്നത്. എന്നാലും ഇവിടെ തിരിച്ചു വരും. ഈ അന്ന് സ്റ്റേജും മീഡിയ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ. സിനിമ അപ്പോഴും നമ്മളെ മനസ്സിലൊന്നുമില്ല സിനിമ വരുമെന്നോ. കാരണം എങ്ങനെ വരാൻ സിനിമ? മറ്റേ പാട്ട് പാടിയില്ലായിരുന്നോ? നീ തന്നെ കൊണ്ടിട്ട് കൊടുത്തിട്ട് നീ എന്നെ പാടും. അത് എത്ര പേരാ അതിട്ട് ഭയങ്കര ഭക്തിഗാനം പോലൊക്കെ പാടുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു അത്? അത് ഏത് ലെവലിൽ പോയി? ഒരു 2 വരി പാടുവോ? ഒന്നാമത് എയറിലാണ് അത് ആക്ച്വലി ഒരു റിംഗ് ടോൺ ആയിട്ട് നമ്മുടെ ഒരു സീരീസിലെ ഹീറോയിൻ്റെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്ത 4 വരി. അതിലെ ആളുകൾ ഒരുപാട് നല്ല കമൻസ് നല്ലത് പറഞ്ഞപ്പോൾ ഞാനതൊരു ഫുൾ സോങ് ആയിട്ട് ആ ഡയലോഗ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ അത് ചെയ്ത ആളെയോ മറ്റോ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ ആ ഡയലോഗ് മാത്രം എടുത്തു. നല്ല രീതിയിൽ അതിനൊന്ന് ഇതാക്കണമെന്ന് വിചാരിച്ചു. ഒരു സോങ് ആക്കണം അത്രേ വിചാരിച്ചുള്ളൂ. ദൈവാനുഗ്രഹം ഒക്കെ നല്ല റീച്ച് വന്നു. അത് പുള്ളി പാടിയില്ലേ? അദ്ദേഹം അത് റീക്രിയേറ്റ് ചെയ്ത്. അപ്പൊ സന്തോഷമായോ? അദ്ദേഹം ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ്, ഇപ്പം മാധവനാണെങ്കിലും ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരുന്ന അങ്ങനത്തെയൊക്കെ ആളുകൾ മോശമായിട്ട് ചെയ്യുന്നതിനേക്കാളും ആ ഒരു സംഭവത്തിനെ തന്നെ ഫണ്ണായിട്ട് ആ ഒരു രീതിയിൽ ചെയ്തപ്പോഴും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞായിട്ട് ഞാൻ കേട്ടു. അതെ അതാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും അതെടുത്ത് പിന്നീട് ഇടത്തില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ചർച്ച നടന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? പിന്നെ കാണത്തില്ല. ഞാനും റെഗുലർ കാണും. നമ്മൾ ഈ ഫോണിലൊക്കെ വരുന്ന അങ്ങനെ അഡിക്ഷൻ അല്ല, അതിന്റെ പരിചയമുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോവാനൊരു അവസരം കിട്ടിയാൽ പോവോ? എങ്ങനെയാ
സമയവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാം. ഇങ്ങനെ ഇമേജ് പലരും ബിഗ് ബോസിലൊക്കെ പോകാൻ മടിക്കുന്നത് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മളെ കുറിച്ച് ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് ഫുൾ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആവും. നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫുള്ളി റിവീലിംഗ്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ഒന്നും പറഞ്ഞാൽ അവിടെ ചെയ്യണത് നമ്മൾ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അങ്ങനത്തെ ഒരു പേടിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പരിപാടിയാണെങ്കിൽ ഓക്കെ, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു. ചിലപ്പോൾ എനിക്ക് തന്നേക്കുന്ന ടാസ്ക് ഇപ്പോൾ ചിലപ്പം ഇവനോട്ട് ഉടക്കാനായിരിക്കും. പക്ഷേ ഇവൻ വിചാരിക്കും അവിടെ എനിക്കൊന്ന് ഈ റിയൽ ക്യാരക്ടർ പലപ്പോഴും മാറിയൊക്കെ പോകും തോന്നുന്നു. കാരണം ചിലപ്പോഴൊക്കെ കാണുമ്പോഴേ ഒരു കാര്യമില്ല, ചൂടാവുന്നു, ഉടക്കുന്നു, അടി കൂടുന്നു, എന്നിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ എണീച്ചാൽ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ പുറത്ത്, അതായത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുമ്പിലോ നമ്മുടെ ഒരു പെരുമാറ്റത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു പുറത്തു പോയി സംസാരിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് ആ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ ലിമിറ്റ് കൊണ്ടുവന്നാൽ തന്നെയും ഒരു പരിധി വരെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളിടത്തോട്ടൊരു ക്യാമറ വെച്ച് നിൽക്കുമ്പോൾ അത് എത്രയൊക്കെ ആയാലും ഇപ്പം നമ്മുടെ ഒരു കംഫർട്ട് സോണിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന, ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലെപ്പോഴും ഇമ്മച്യൂർഡ് ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ആ ചെറിയ പദപ്രയോഗങ്ങളായിരിക്കാം, ചില വാക്കുകളായിരിക്കും, ചിലതെല്ലാം ചിലപ്പോൾ അതൊരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഭയങ്കര രംഗാവും. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓൾറെഡി ഫുൾ ടൈം ക്യാമറ ഇതും, പിന്നെ വേറെ പുറം ലോകമായിട്ട് ബന്ധമില്ലല്ലോ. പിന്നെ പോരാത്തതിന് മണിക്കൂറിന് ടാസ്കുകൾ വരും. പിന്നെ ഫുഡും കുറവ്. ഫുഡ് കുറവാണോ? ഗെയിമൊക്കെ ജയിച്ചാലേ ഫുഡ് കിട്ടൂ. ലക്ഷറി ഫുഡ് അവർ മറ്റേ ഹാഫ് kg ഒക്കെ ഫിഷ് ഒക്കെ കൊടുക്കുന്നത് ഇത്രയും പേർക്ക്. പിന്നെ ഇത് പഞ്ചസാര, ഉപ്പ്, അങ്ങനെ എല്ലാം നോക്കിയൊക്കെ കൊടുക്കുള്ളൂ. പിന്നെ നീ വെച്ച് ബൊഫേ എന്ന് പറഞ്ഞിരിക്കണ അവിടെ അതായത് ചെന്നൈയിലാണ് എന്റെ ഷൂട്ട് കിടക്കണം, EVP എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ശ്രീ കേരളത്തിന്റെ സരിഗമപാടെ ഷൂട്ട് അതിന്റെ തൊട്ടപ്പുറത്താണ് ബിഗ് ബോസിന്റെ ഫ്ലോർ. അവിടെ 10-18 ഫ്ലോർ ഉണ്ട് അതിനകത്ത്. അപ്പൊ വിജയ് TV മൊത്തം അതിനകത്ത് വലിയൊരു അപ്പൊ അവിടെ ബിഗ് ബോസിന്റെ ഫ്ലോറിന്റെ തൊട്ടപ്പുറത്താണ് സരിഗമയുടെ ഫ്ലോർ. അപ്പം അവിടെ ഫുഡ് വരും, തമിഴ് നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പൊ ഞാനിന്ന് ആലോചിക്കും, അതിനകത്ത് ഫുഡില്ല, തൊട്ടപ്പുറത്തെ ഫ്ലോറിൽ ആവശ്യം പോലെ ഫുഡും തൊട്ടപ്പുറത്താണ് കിടക്കണം ബിഗ് ബോസ്. ഇവർ സംസാരമൊക്കെ വെളിയിൽ കേൾക്കാൻ പറ്റില്ല. ഇല്ല, അത് നമ്മുടെ ഈ പെർമനന്റ് ടെമ്പററി ഫ്ലോറില്ലേ, മീൻസ് മറ്റേ ഷീറ്റ് അടിച്ച് മൊത്തം മറ്റേ ബൗണ്ടറി കെട്ടിയ ഫ്ലോറുകൾ, അതിനകത്ത് സെറ്റ് ഇട്ടേക്കാണ് വലിയ ഒരു ഫ്ലോർ. അങ്ങനെ കിട്ടിയാൽ പോവോ? വൈൽഡ് കാർഡ് എൻട്രി പോയിട്ട് എനിക്ക് ഒരുപാട് ദിവസം നിൽക്കാൻ എനിക്കും പാടാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെ സുഹൃത്ത് ഞാൻ ഗെയിം കളിക്കായിരുന്നു, ഞാൻ അവർ പുറത്താക്കത്തില്ലേ? അത് പുറത്താക്കും. വൈൽഡ് കാർഡ് ഉണ്ടെങ്കിൽ 2 ദിവസം പോയിട്ട് വേണമെങ്കിൽ തിരിച്ചിറങ്ങി വരാം. അതെന്ന് വെച്ചാൽ 2 ദിവസം പോയി നിൽക്കല്ലേ? ഞാൻ ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ അത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു കയറ്റി വിടുള്ളൂ. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരാളവിടെ ഉണ്ട്, അപ്പൊ അതിലെന്തെങ്കിലും കണ്ടന്റ് വരുമെങ്കിൽ ചിലപ്പോൾ വൈൽഡ് കാർഡിലേക്ക് വിളിച്ച് കയറ്റി വിടും. കയറ്റി വിട്ടാലും പിന്നെ അവരറിയുന്നില്ലല്ലോ നമ്മൾ കൊണ്ടുവന്ന ടാസ്ക് എന്താണെന്നോ. പിന്നെ മെയിൻ പരിപാടി അതൊരു മൈൻഡ് ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആൾക്കാരെ അവര് 24/7 വച്ച് നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ. നമ്മളെയൊക്കെ എൻട്രി കൊടുത്താന്ന് മത്സര ക്ലബ്ബിൽ ഞങ്ങളുടെ മാനസിക നില തകർക്കാൻ. ആദ്യം കാർത്തികേട്ടൻ പോയിട്ട് ചെന്നകത്ത് കയറുമ്പോ തന്നെ അഖിലേട്ടൻ വെളിയിൽ നിന്ന് കാർത്തിക് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൈൽഡ് കാർഡ് റെഡി. അതാണ് അങ്ങനെയാണ് പറഞ്ഞത്. ഞാനും ആരെങ്കിലും കുറ്റം പറയട്ടെ, അതിനകത്തുള്ള ആരെങ്കിലും ഇതറിഞ്ഞില്ലല്ലോ. അങ്ങനെ പരിപാടി ട്രൈ ചെയ്തിട്ട് വരാം. അകത്തുള്ള ആരെങ്കിലും കുറിച്ച് പുറത്ത് നല്ലവണ്ണം പറയും. നെക്സ്റ്റ് ആരാ ഇപ്പൊ ലീഡായിട്ട് നിൽക്കുന്നത്? മോഹൻലാൽ എന്ന് പറയുന്നത് ലീഡായിട്ട് നിൽക്കുന്നത്. അത് ഇത്തവണത്തെ സീസൺ പക്ഷെ കൊണ്ടുവന്ന ലാലേട്ടൻ. നല്ല ഔട്ട്ഫിറ്റ്സും ഒക്കെ കിട്ടില്ല, വീക്കെൻഡ്സിലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ കാർത്തികേയന്റെ ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് ആ ഒരു സെന്റർ ക്യാരക്ടർ പോലെ ആ പോസ്റ്ററിലൊക്കെ വന്നു ആണ്. ലൈക്ക് സെന്റർ ക്യാരക്ടർ, ലൈക്ക് സെന്റർ ഓഫ് ദ അട്രാക്ഷൻ. ആ പോസ്റ്റർ അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഹാർഡ് വർക്ക്, എന്താ പറയാ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെല്ലാം കണ്ടു വളർന്നതാ. അപ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഒരു സന്തോഷം ഇത് കാണുമ്പോഴത്തേക്ക്. അമ്മയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോൾ? അമ്മയ്ക്കും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് ചെയ്ത രണ്ട് ചിത്രങ്ങളിനേക്കാൾ കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് ഉള്ള, അല്ലെങ്കിൽ അത്രയും ഫുൾ ലെങ്ത് റോളാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷമാണ്. ഷൂട്ട് സമയത്തും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമ്പോഴായാലും ഇത് നല്ലതായിരുന്നു. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നപ്പോഴായാലും നല്ലൊരു അപ്രീസിയേഷൻ തന്നെയാണ് വീട്ടിൽ നിന്നും. എല്ലാവരും
എല്ലാവരും നല്ല ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്താണ് പരിപാടി എന്ന് അറിയാൻ. അതെ, ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഒരു സപ്പോർട്ടിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് ക്രിട്ടിക്സും നല്ലതായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു നല്ല ബെസ്റ്റ് ക്രിട്ടിക് ആരായിരിക്കും വീട്ടിൽ? വലിയച്ഛൻ തന്നെയാണ്. വലിയച്ഛൻ തന്നെയാണ്. അമ്മ പിന്നെയും കുറച്ച് മയപ്പെടുത്തിയ ഒരു ഇതായിട്ടൊക്കെ പറയും, പക്ഷെ വലിയച്ഛനൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വല്യച്ഛൻ അങ്ങനെ വല്യച്ഛന്റെ സൈഡിൽ നിന്ന് അങ്ങനെ കിട്ടിയ എന്തെങ്കിലും ഒരു എന്നിട്ട് പിന്നീട് ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും സംഭവം ഉണ്ടോ? അല്ല, നമ്മുടെ കൂടുതലും നമ്മുടെ യൂട്യൂബിലെ പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ അത് കൊള്ളൂല, അല്ലെങ്കിൽ അത് വേണ്ട, അത്തരം പരിപാടികളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. നമ്മുടെ അത് പിന്നീട് അടുത്തടുത്ത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോഴോ എപ്പിസോഡ് ചെയ്യുമ്പോഴോ ഒക്കെ അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വത്സല ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഫിക്ഷണൽ ഒരു ഗ്രാമം അല്ലേ? അതെ, എന്താണ് നമ്മുടെ സിനിമയുടെ മെയിൻ ഒരു എലമെന്റ്? എന്താ മെയിൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം മുടക്കികളുടെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ മെയിൻ ആഘോഷം എന്ന് പറഞ്ഞാൽ കല്യാണം മുടക്കുക എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. അതായത് അവിടെ ആ നാട്ടിലുള്ള ആരെയും ആ നാട്ടുകാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല. ആണുങ്ങളെല്ലാം കല്യാണം കഴിച്ച ഹിന്ദിക്കാരികളൊക്കെയാണ്. പുറത്തുനിന്നുള്ളത് കെട്ടാം, അവിടെ കല്യാണം നടത്തിക്കത്തില്ല. അപ്പൊ അവിടെ ഉള്ള മെയിൻ കല്യാണം മുടക്കിയാണ് കാർത്തികിന്റെ ക്യാരക്ടറിന്റെ അച്ഛൻ. അതായത് നമ്മളെ വിനീത് തട്ടിൽ ചെയ്യുന്ന ക്യാരക്ടർ. പുള്ളിയാണ് അവിടെ ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കി അവാർഡ് അവിടെ ഒരു മുടക്ക് ദണ്ട് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. ഈ എത്ര കൂടുതൽ കല്യാണം മുടക്കുന്നവർക്ക് ഒരു മുടക്ക് ദണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് വലിയൊരു സംഭവം ഇതാണ്. അപ്പോൾ ആ പരിപാടി അവിടെ ഈ വത്സല ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കല്യാണം നടത്തണം അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് കളയണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ്. ആ ക്ലബ്ബിലുള്ളവരാണ്. നമ്മൾ ക്ലബ്ബിലെ ആൾക്കാരാണ്. ഓപ്പോസിറ്റ് അവന്റെ അച്ഛനും ഒരു ഗ്രാമവും. അച്ഛനും മോനും ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് അച്ഛൻ മാത്രമല്ല, അച്ഛനും ഒരു ഗ്രാമം മുഴുവൻ നിങ്ങള് കുറച്ച് പേരെയാണ് ഇതിനെല്ലാത്തിനും എതിരായിട്ട് നിൽക്കാൻ. അങ്ങനത്തെ ഒരു പരിപാടി, ഒരു ക്ലാഷ് പരിപാടി ഇങ്ങനെ പാരലി പോകുന്നു. ഒരു കൂട്ടം ആൾക്കാർ കെട്ടിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാരണം എൻ്റെ ഈ ക്യാരക്ടറിന്റെ പേര് ചൊവ്വാ വേണു എന്നാണ്. എന്ന് വെച്ചാൽ ചൊവ്വാദോഷമുണ്ട്. അപ്പൊ ചൊവ്വാദോഷം കൊണ്ട് പെണ്ണും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനത്തെ പ്രശ്നം അതാണ്. അപ്പൊ അങ്ങനെ അതിന് കെട്ടിച്ചേ അടങ്ങുമെന്ന് ഇവരുൾപ്പെടെയുള്ള നമ്മുടെ വത്സല ക്ലബ്ബ് ടീം തീരുമാനിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ഫൺ ഫീൽഡ് സാധനം. അതെ, അല്ല, ഈ കുഞ്ഞിരാമായണത്തിന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഫിക്ഷൻ നമ്മുടെ ഈ ഒരു കാലഘട്ടം തന്നെയാണോ ഇപ്പൊ കാണിക്കുന്നത്? നമ്മുടെ പോസ്റ്റർ കണ്ടപ്പോ നമ്മുടെ ധ്യാൻ ചേട്ടനും ഒക്കെ കണ്ടല്ലോ പോസ്റ്ററിനകത്ത്. എന്താ ധ്യാൻ ചേട്ടൻ ക്യാമിയോ പരിപാടിയാണ്. പുള്ളിയുടെ ലാസ്റ്റ് ഒരു എൻട്രി ഉണ്ട്, നല്ല രസമായിരിക്കും. ഒരു നല്ല രസമുള്ള നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാട്ട് ഒരു ലിറിക്കൽ വീഡിയോ ഇറങ്ങി നല്ല റീലൊക്കെ വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം റീച്ച് ആയിട്ട് വരുന്നുണ്ട്, രസമായിട്ട് വരുന്നുണ്ട്. അതിന് നമ്മളൊരു റീൽ ഇപ്പൊ വരുന്നുണ്ട്, എന്റെ ഒരു ഡാൻസ് റീൽ നമ്മളെല്ലാവരും കൂടെ ചെയ്തൊരു ഒരു പരിപാടി വരുന്നുണ്ട്. നല്ലൊരു വൈബുള്ള സോങ് ആണ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ഇതേപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ. ഇതുപോലെ യൂട്യൂബിന്റെ കാര്യമാണെങ്കിലും ഒരുപാട് നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വീണ്ടും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും രണ്ടാൾക്കും ഇനി വരുന്ന പ്രൊജക്ട്സ് ഒക്കെ അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.